ശരിക്കും ഒരു ഇടിച്ചെന്ന് പറഞ്ഞെന്നെ, ശരിക്കും ഇടിച്ച് വെച്ചാപ്പാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ശരിക്കും ഇടിച്ച് വെച്ചാപ്പാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, പോലീസിൻ്റെ കേസൊന്നും പറഞ്ഞില്ല. അത്രയും റെസ്പെക്റ്റ് ഉള്ളൊരു പയ്യനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞ് രണ്ടുപേരും ശരിക്കും ഇടിച്ച് വെച്ചാപ്പാന്ന് പറഞ്ഞു. ഞാൻ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ കള്ളക്കേസിനകത്ത് കുരുക്കിയിട്ട് പോലീസുകാർ കൊണ്ടുപോയി ഇടിച്ചായിരുന്നു. കുണ്ട്രയിലെ സ്യാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുണ്ട്ര പോലീസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കുണ്ട്ര പോലീസ് പറഞ്ഞിരുന്നത് സ്യാദിനെ പോലീസ് മർദ്ദിച്ചിട്ടില്ല. എന്നാൽ ഇന്നലെ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി, അതായത് പെൺകുട്ടി, ജീപ്പിൽ വെച്ച് സ്യാദിനെ ഈ CPO ശ്രീജിത്ത് മർദ്ദിക്കുന്നതായി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു മൊഴിപ്പകർപ്പും കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൽ പറയുന്നത് സ്യാദിനെ, അതായത് ഈ 16-ാം തീയതിക്ക് ശേഷം സ്യാദിനെ മറ്റൊരാൾ, രഞ്ജിത്ത് എന്ന ഒരാൾ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് ആ മൊഴിപ്പകർപ്പിൽ പറയുന്നത്. അത്തരത്തിലൊരു മൊഴി, അതായത് അതിൽ ആ മൊഴി കൊടുത്ത ആൾ സ്യാദിൻ്റെ പിതാവിൻ്റെ അനിയനാണ്. അപ്പം ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ മീഡിയാവിനോടൊപ്പം ചേരുകയാണ്. ശരിക്കും അത്തരത്തിലൊരു മൊഴി കുണ്ട്ര പോലീസിന് കൊടുത്തിരുന്നോ? ഇല്ലല്ല, അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ എന്താണ് കൊടുത്തതെന്ന്? യഥാർത്ഥത്തിൽ കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്നോടൊക്കെ ഇവിടെ എന്നെ മരണം വിളിച്ച് പറഞ്ഞായിരുന്നു. മരണം വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ ചേട്ടനെ വിളിച്ചു. അവൻ പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് ആകെ ആൾ ബോധം കെട്ടുകൊണ്ട്, അതിൻ്റെയും ബോധം കെട്ടുണ്ട്, അതിന് ICUലായി. അങ്ങനെ നേരെ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസറും ഷിഹാബ് എന്ന് പറഞ്ഞ കാക്കയും കൂടെ നേരെ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്നണക്ക് അവിടെ മുഴുവൻ എടുത്താലേ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് ഇനി പിന്നെ സമയം കിട്ടത്തില്ല, 2 മണി കഴിഞ്ഞാൽ പോയിട്ട് കാര്യമില്ല, പിറ്റേ ദിവസം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പം ഒരു കാര്യം ചെയ്യും, മൊഴി എഴുതിയിട്ട് നിങ്ങൾ കാര്യം ചെയ്ത് ഒപ്പിട്ട് വന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവർ എഴുതി വെച്ചിട്ട് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഞാൻ കൊടുത്തു. എന്നിട്ട് രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ആളുമായിട്ട് 8 മണിക്ക് നിന്ന് നേരെ സ്റ്റേഷൻ ഇവിടെ പോയി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അങ്ങനെ കഴിഞ്ഞ് കൊണ്ടുവന്നത്. പിന്നെ ഇത് വന്നപ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ ആയിപ്പോയെന്ന് അറിയുന്നത്. അല്ല ഞാൻ അങ്ങനെ അതായത് രഞ്ജിത്ത് എന്ന യുവാവ് അങ്ങനെ ഒരു പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. ഉറപ്പ് തന്നെ. സിയാദ് ആരെങ്കിലും മർദ്ദിച്ച കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു? ഇല്ല. ശരിക്കും ഒരു ഇടിച്ചെന്ന് പറഞ്ഞെന്നെ, ശരിക്കും ഇടിച്ച് വെച്ചാപ്പാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ശരിക്കും ഇടിച്ച് വെച്ചാപ്പാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, പോലീസിൻ്റെ കേസൊന്നും പറഞ്ഞില്ല. അത്രയും റെസ്പെക്റ്റ് ഉള്ളൊരു പയ്യനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞ് രണ്ടുപേരും ശരിക്കും ഇടിച്ച് വെച്ചാപ്പാന്ന് പറഞ്ഞു. ഞാൻ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ കള്ളക്കേസിനകത്ത് കുരുക്കിയിട്ട് പോലീസുകാർ കൊണ്ടുപോയി ഇടിച്ചായിരുന്നു. ഈ മൊഴി എന്നാണ് രേഖപ്പെടുത്തുന്നത്? പിന്നെ എപ്പോഴും കൊണ്ട് ഞാൻ വിളിച്ചാൽ രേഖപ്പെടുത്തും. അതിൽ ഈ കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല? അല്ല, രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ സ്യാദിനെ മർദ്ദിച്ച കാര്യം അതിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ല? ഇല്ല. അതിൽ പറയാത്ത കാര്യമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു? വേറൊന്നും ഞാൻ ഇത് പറഞ്ഞില്ല. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ സാറേ, ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല. ഞാനിതിപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി എനിക്ക് മൊഴി എന്ന് മാത്രമേ ഉള്ളൂ, ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ എഴുതി ഒപ്പിടിപ്പിച്ച് വായിപ്പിച്ചത് പോലും ഇല്ല എന്നെ കൊണ്ട്. മൊഴി വായിപ്പിച്ചിട്ട്? ഇല്ല. നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു? ഞാൻ ഒപ്പിട്ട് കൊടുത്തു, വായിപ്പിക്കാതെ ഒപ്പിട്ട് കൊടുത്തു. പോലീസുകാർ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നു? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. എന്തിനാ മൊഴി എടുക്കുന്നത് പറഞ്ഞിരുന്നു? അതൊന്നും പറഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അറിയാമല്ലോ സംഭവം. ഇതിനടക്കം ഒരാൾ മറിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റിപ്പോർട്ട് കൊണ്ട് കൊടുത്താലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിടിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ 16-ാം തീയതിക്ക് ശേഷം ഈ രഞ്ജിത്ത് എന്ന യുവാവ്, അതായത് സ്യാദിനെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മൊഴിയിലുള്ളത്. അങ്ങനെ ഒരു മൊഴി താങ്കളോട്? ഞാൻ കൊടുത്തിട്ടില്ല. ഇല്ല. എന്തായാലും അത് തന്നെയാണ്, അത് അത്തരത്തിലൊരു മൊഴി ഈ സ്യാദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ നൽകിയിട്ടില്ല എന്നാണ്, കുണ്ട്ര പോലീസിൽ നൽകിയിട്ടില്ല എന്നാണ് സ്യാദിൻ്റെ പിതാവിൻ്റെ സഹോദരൻ മീഡിയ വണിനോട് സൂചിപ്പിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ബിജു മടയൂരിനൊപ്പം അനിൽ കാസേത്, മീഡിയ വൺ, കൊല്ലം.